ഈ അന്വേഷണം ഞാൻ ലക്ഷ്യം വെക്കുന്ന അന്വേഷണത്തിൻ്റെ 10% പോലും ഈ അന്വേഷണം വന്ന് എത്തിയിട്ടില്ല. ഇനിയും ഒത്തിരി പോകാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3400 എൻട്രികളുണ്ട് ആ ഡയറിയിൽ, ഈ കർത്തയുടെ ഡയറിയിൽ. ഈ 700 പേജുള്ള ഡയറി. അതെ, 3400 എൻട്രീസ് ഉണ്ട്. അതിനകത്ത് 1000-ലധികം രാഷ്ട്രീയ നേതാക്കളുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, സമുദായ സംഘടനാ നേതാക്കളുണ്ട്, അങ്ങനെ ഒരു നീണ്ട നിരയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ പറയട്ടെ, ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവിടെ റൺ ചെയ്യുന്നു. ആ റൺ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്ത കുറച്ച് രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണക്ക് കാണിക്കണം. പാർട്ടിക്കാണ് വന്നത്, ഞാൻ പാർട്ടിക്ക് വേണ്ടി മേടിച്ചു. ഓക്കെ, പാർട്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ 20,000 രൂപയിൽ കൂടുതൽ 1 രൂപ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കാണിക്കണം. ആ കണക്ക് റിട്ടേൺ ആയി ഫയൽ ചെയ്യുകയും ചെയ്യണം. അത് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നറിയണം. മേടിച്ചിട്ടുള്ള ആളുകളുടെ ആ എൻട്രികൾ 50 ലക്ഷം 50 ലക്ഷം 50 ലക്ഷം 50 ലക്ഷം എന്ന് പറഞ്ഞ് തന്നെ മേടിച്ചിട്ടുള്ള 10-11 കോടി രൂപ വാങ്ങിച്ചിട്ടുള്ള ആളുകളുണ്ട്. 6-7 കോടി രൂപ വാങ്ങിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ 3-4 ലക്ഷം രൂപ അവിടെ ലോക്കൽ MLA അല്ലെങ്കിൽ ഏതെങ്കിലും CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ ഏതെങ്കിലും പാർട്ടിയുടെ ഭാരവാഹികൾ അവിടെ ഒരു കമ്പനി ഇറങ്ങുന്ന അവിടെ ചെന്ന് 25,000 രൂപയോ 50,000 രൂപയോ 1 ലക്ഷം രൂപയോ മേടിച്ചോട്ടെ, കുഴപ്പമില്ല. അതൊക്കെ ഇത് പാർട്ട് ഓഫ് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കമ്പനികളും പൈസ മേടിക്കണം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ ഒരു വ്യക്തി തന്നെ 10 ലക്ഷമോ 20 ലക്ഷമോ 30 ലക്ഷമോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 50 ലക്ഷത്തിന് തന്നെ പല എൻട്രികളുണ്ടെങ്കിൽ അവരും അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെ വരണ ഭാഗമാണ്. അത് പിണറായി വിജയൻ മാത്രമല്ലല്ലോ. പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കണ്ട വ്യക്തമായ തെളിവുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കത് ഫോക്കസ് ചെയ്ത് പോകാം. പക്ഷേ ഇത് അടുത്ത ഘട്ടത്തിൽ അതിലേക്ക് പോയേ പറ്റൂ. ഇപ്പൊ തന്നെ തിരിമറി നടന്നത് കണ്ടെത്തിയേക്കുന്ന 200 കോടി രൂപ ഉണ്ട്. അതിലൊക്കെ എത്ര കൊണ്ട് ഇത് 2016 മുതലുള്ള മാത്രം കണക്കാണ്, മനസ്സിലായില്ലേ? അതിന് മുമ്പ് ഞാൻ ഈ കരിമണൽ കർത്ത എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടൊരു 20 വർഷത്തിന് മുകളിലായി. 10 വർഷത്തെ കണക്കല്ലേ നമുക്കറിയത്തുള്ളൂ. അതിന് മുമ്പും ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2019 ശേഷവും ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ കണക്ക് മാത്രമാണിത്. അപ്പോൾ ഈ 200 കോടി രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും അവർക്ക് അതുവഴി കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ കാശ് വിതരണം ചെയ്യുമല്ലോ. കേരളത്തിൽ ഏതെങ്കിലും കമ്പനികൾ കൈക്കൂലി കൊടുക്കുന്ന കമ്പനികൾ ഇഷ്ടംപോലെ കാണും. ഇപ്പോൾ ലോക്കൽ ഏറ്റവും തൊഴിലാളികൾ മുതൽ, അതായത് യൂണിയൻകാർ മുതൽ ഈ പൈസ കൊടുക്കുന്ന കമ്പനികൾ. അല്ല, കേരളത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണല്ലോ, മര്യാദയ്ക്ക് ഒരു സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ കറുത്തയെ കുറ്റം പറയില്ല, കാരണം അദ്ദേഹം ഈ വിഷയത്തിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനം നടത്തുകയും അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുന്ന പ്രവർത്തനം നടത്തുകയും ചെയ്താണ് അയാൾ ചെയ്ത് തെറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ നാടിന് അർഹതയുള്ള സ്വത്തിനെ കവർന്നെടുക്കാൻ കൂട്ടുനിന്നതാണ് ഇവർ ചെയ്ത തെറ്റ്. ഇവർക്ക് പണം കൊടുക്കേണ്ടി വന്നത് അയാളുടെ ഗതികേടല്ലേ. അപ്പൊ അയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ അയാളൊരു വ്യവസായി എന്ന നിലയിൽ അയാളുടെ ഗതികേട് കൊണ്ടല്ല അയാൾ ഈ പണം മുഴുവൻ കൊടുക്കുന്നത്. കാരണം ഇവിടെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ ഇത്ര കോടി രൂപ 200 കോടി രൂപ കൈക്കൂലി കൊടുത്താലേ കേരളത്തിൽ സ്ഥാപനം നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതല്ലേ കേരളത്തിന്റെ ഏറ്റവും വലിയ ഗതികേട്. മനസ്സിലായില്ലേ? കേരളത്തിൽ ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കിയാണ്, ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന എൻ്റെ കണ്ണിൽപ്പെടുന്നത് അഴിമതിയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായി എങ്ങനെ ചിന്തിക്കും? എൻ്റെ അമ്മോ, കേരളത്തിൽ വന്നാൽ ഇത്തരത്തിൽ കൈക്കൂലി കൊടുത്താലേ കേരളത്തിൽ ഒരു സ്ഥാപനം റൺ ചെയ്ത് പോകാൻ പറ്റൂ എന്നല്ലേ? ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന്, ഒരു കോർപ്പറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ? കേരളം എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ്. രാഷ്ട്രീയക്കാരെ ഇത്രമാത്രം കൈക്കൂലി കൊടുത്താലേ കേരളത്തിൽ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ നാട് വളരും? 9 കമ്പനികളാണ് ഇവരുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തിയത്. അങ്ങനെ ചെറിയ എമൗണ്ട് കൊടുത്തിട്ടുള്ള കമ്പനികളുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും ആ സ്ഥാപനം തുടങ്ങി വെച്ചപ്പം എന്തെങ്കിലുമൊക്കെ സേവനം കൊടുത്തിട്ട് കാണും. യഥാർത്ഥ സേവനം, അവർക്കറിയാവുന്ന സേവനം കൊടുത്തതിന് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ മേടിച്ച കമ്പനികളുണ്ട്. പിന്നെ ഒരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഉണ്ട്, അത് നല്ല തുകയുണ്ട്. കൂടാതെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ അന്വേഷിക്കേണ്ട തുകകൾ തന്നെയാണ്. അതൊക്കെ അതുപോലെ മറ്റേ കൺസൾട്ടൻസി, എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികളുണ്ട്. അതൊക്കെ വലിയ തുകകളാണ്. അതൊക്കെ അന്വേഷിക്കേണ്ട തുകകൾ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം.